വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പേരിൽ ഇവിടെ വലിയ കൊള്ള നടക്കുന്നു എന്ന് നിലവിളിക്കുന്ന ചില അന്തംഗമികൾക്കും അവരുടെ കുഴലൂത്തു മാധ്യമങ്ങൾക്കുമുള്ള കൃത്യമായ മറുപടിയുമായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ രംഗത്ത് എത്തിയിരുന്നു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ മുൻ MD ദിവ്യ എസ് അയ്യർക്ക് എന്താ കൊമ്പുണ്ടോ എന്നാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളുടെ മുഖത്ത് നോക്കി ചോദിച്ചത്. വിഴിഞ്ഞം തുറമുഖ MD ആയിരുന്ന ദിവ്യ എസ് അയ്യർ അദാനി കമ്പനിക്ക് നോട്ടീസ് നൽകിയെന്നും അതുകൊണ്ട് സതീശൻ അധികാരമേറ്റ ഉടൻ തന്നെ അവരെ മാറ്റിയെന്നുമാണ് ഇവിടെ ചിലർ പടച്ചുവിട്ട മഹാകള്ളം. മാധ്യമങ്ങൾ ഈ ചോദ്യവുമായിട്ട് വന്നപ്പോൾ മുഖ്യമന്ത്രി കൊടുത്തത് എട്ടിന്റെ പണിയായിരുന്നു. വിഴിഞ്ഞത്ത് ഒരുപാട് നാളായി ഇരുന്ന പലരെയും ഭരണപരമായ ആവശ്യങ്ങൾക്കായി മാറ്റിയിട്ടുണ്ട്. അതിൽ ഒരാൾ മാത്രമാണ് ദിവ്യ എസ് അയ്യർ. അവരെ മാറ്റിയാൽ എന്താണ് ഇവിടെ ഇത്ര വലിയ കുഴപ്പം? അവർ അദാനിക്ക് നോട്ടീസ് നൽകിയോ ഇല്ലയോ എന്ന് അന്വേഷിക്കലല്ല ഒരു മുഖ്യമന്ത്രിയുടെ പണി. അത് നോക്കാൻ ഇവിടെ വകുപ്പുണ്ട്. തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടറായിട്ടാണ് ദിവ്യ എസ് അയ്യരെ നിയമിച്ചിരിക്കുന്നത്. അതൊരു ചെറിയ പദവിയൊന്നുമല്ല. എന്നിട്ടും എന്തിനാണ് ഈ മാധ്യമങ്ങൾ ഇങ്ങനെ കടന്ന് മെഴുകുന്നത്? ഇതായിരുന്നു മുഖ്യന്റെ ചോദ്യം. പിന്നെ CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് വിഴിഞ്ഞത്ത് എന്താണ് കാര്യമെന്നും മുഖ്യമന്ത്രി ചോദിക്കാൻ മറന്നില്ല. തന്നെ കൊണ്ട് ഒന്നും പറയിപ്പിക്കരുത് എന്നാണ് മുഖ്യമന്ത്രി മാസ് ഡയലോഗ് അടിച്ചത്. കണ്ണൂരിലെ പാർട്ടി ഓഫീസിലിരുന്ന് വിഴിഞ്ഞത്തെ കാര്യങ്ങളിൽ വിടുവായിത്തം പറയുന്നവർക്ക് ഇതൊരു ശക്തമായ താക്കീതാണ്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ UDF സർക്കാരിനെതിരെ വ്യാജ പ്രചാരണം നടത്തുന്ന LDF-ന്റെ ഇരട്ടത്താപ്പും മുഖ്യമന്ത്രി ദേശാഭിമാനിയിലെ പഴയ പത്രത്താളുകൾ ഉയർത്തിക്കാണിച്ച് പൊളിച്ചടക്കുകയായിരുന്നു. സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ഇവിടെ ഒരു ഓഹരി കൈമാറ്റവും നടക്കില്ല. അദാനിയും MSC കമ്പനിയും തമ്മിൽ കഴിഞ്ഞ ഒരു വർഷമായി ചർച്ച നടത്തുകയായിരുന്നു. രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ 2026 ജൂൺ 5 ദേശാഭിമാനി പത്രത്തിൽ ഈ വാർത്ത വന്നിരുന്നു എന്നതാണ്. അപ്പോൾ ഈ ഓഹരി കൈമാറ്റ വിവരം നേരത്തെ അറിഞ്ഞത് ദേശാഭിമാനി മാത്രമാണെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി ഇന്ന് പത്രസമ്മേളനത്തിൽ ദേശാഭിമാനി ഉൾപ്പെടെ പൊളിച്ചടക്കിയത്. ആ വാർത്തയുടെ ഉറവിടം മറ്റാരുമല്ല എന്നും മുൻപത്തെ LDF സർക്കാർ തന്നെയായിരുന്നു എന്ന സത്യം കൂടി അദ്ദേഹം ഇവിടെ വെളിപ്പെടുത്തുകയുണ്ടായി. LDF സർക്കാരിന്റെ കാലത്ത് നടന്ന വിഴിഞ്ഞം കോൺക്ലേവിൽ ഈ MSC കമ്പനിയുടെ പ്രതിനിധികൾ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാം മുൻപ് ഒത്തുകളിച്ചിട്ട് ഇപ്പോൾ അധികാരം പോയപ്പോൾ കടൽക്കൊള്ള, സതീശൻ അദാനി കൂട്ടുകെട്ട് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാൻ നോക്കിയാൽ അത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല എന്നാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞത്. തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റ വിവരം അറിഞ്ഞ ഉടൻ തന്നെ നിലവിലെ UDF സർക്കാർ തങ്ങളുടെ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. അതോടെ കമ്പനി അപേക്ഷ നൽകാൻ നിർബന്ധിതരായി. ഇത് കമ്പനി എംപവർ കമ്മിറ്റി കൃത്യമായിട്ട് പരിശോധിക്കും. വിഴിഞ്ഞം പദ്ധതിയുടെ കരാർ ഉണ്ടാക്കിയപ്പോൾ തന്നെ ഒരു കമ്പനിക്കും ഇവിടെ കുത്തവകാശം പാടില്ല എന്ന ശക്തമായ വ്യവസ്ഥ UDF സർക്കാർ വെച്ചിരുന്നു. അതുകൊണ്ടാണ് വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉറക്കെ പറഞ്ഞത്. ഇക്കാര്യത്തിൽ ഉമ്മൻചാണ്ടിക്കും K. ബാബുവിനും ഒരു ബിഗ് സല്യൂട്ട് എന്നും UDF-ന്റെ ദീർഘവീക്ഷണമാണ് വിഴിഞ്ഞത്തെ ഇന്നും സുരക്ഷിതമായിട്ട് നിലനിർത്തുന്നത് എന്നുകൂടി അദ്ദേഹം പറയുകയായിരുന്നു. മാധ്യമങ്ങളുടെ കുത്തിത്തിരിപ്പ് ചോദ്യങ്ങൾക്ക് മുന്നിൽ പതറാതെ മുഖ്യമന്ത്രി തിരിച്ചങ്ങോട്ട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ആദ്യമായി ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്, ഈ സർക്കാർ എന്ത് തെറ്റാണ് ചെയ്തത്? ഇന്ന് മാധ്യമപ്രവർത്തകരുടെ നാവടക്കി പോയ നിമിഷമായിരുന്നു അത്. വിഴിഞ്ഞത്ത് ഒരു കാലത്തും സംസ്ഥാനത്തിന്റെ താല്പര്യം ബലി കഴിക്കില്ല എന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉറപ്പു പറയുമ്പോൾ വിരണ്ടുപോയത് ഇവിടെ പുകമറ സൃഷ്ടിക്കാൻ നോക്കിയ പ്രതിപക്ഷവും ചില മാധ്യമങ്ങളുമായിരുന്നു.